ഞാൻ യൂട്യൂബ് ഒന്ന് സ്ക്രോൾ ചെയ്യുന്നതിനിടയ്ക്ക് യാദൃശ്ചികമായിട്ടാണ് ഒരു വീഡിയോ കണ്ടിപ്പെട്ടത്. അത് വീഡിയോ ആണോ അല്ലേ എന്നൊരു സംശയത്തിന് പുറത്ത് ഞാനും ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാവുന്നതുകൊണ്ട് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കി കേട്ടോ. അർജൻറ്റീനയുടെ തെക്കേ അറ്റത്ത് ഒരു മഞ്ഞ് പുതച്ച പ്രദേശത്ത് എന്തോ ഒന്ന് ഒളിഞ്ഞിരിക്കുന്നതായിട്ട് എനിക്കും തോന്നി. ആദ്യം കണ്ടപ്പോൾ അതൊരു കൗതുകമായിട്ടാണ് തോന്നിയത്. അതിൻ്റെ സത്യാവസ്ഥ നേരിട്ടറിയാൻ തന്നെ ഞാൻ തീരുമാനിച്ചു. അങ്ങനെ ഞാൻ ഗൂഗിൾ എർത്തിൽ ആ ലൊക്കേഷനൊക്കെ ഒന്ന് തിരഞ്ഞു പിടിച്ചു കേട്ടോ. തിരഞ്ഞു പിടിച്ച ആകാശം എന്നുള്ള ദൂര കാഴ്ചയിൽ അതൊരു സാധാരണ മഞ്ഞുപാളിയായി മാത്രമേ ആദ്യം തോന്നിയുള്ളൂ. എന്നാൽ നമ്മൾ മെല്ലെ സൂമിൻ ചെയ്യുമ്പോഴുണ്ടല്ലോ, സൂമിൻ ചെയ്യും തോറും ആ കാഴ്ച കൂടുതൽ വ്യക്തമായിട്ട് കണ്ടു. ആകാശം എന്നുള്ള ദൂര കാഴ്ചയിൽ പിന്നീട് മാക്സിമം സൂം ചെയ്ത് അടുപ്പിച്ച് നോക്കുമ്പോഴും വളരെ വ്യക്തമായി തന്നെ ആ രൂപം അവിടെ തെളിഞ്ഞു നിൽക്കുന്നത് കാണാം. നമുക്ക് പ്രകൃതിദത്തമായ ഒന്നാണോ അതോ മറ്റെന്തെങ്കിലും ആണോ എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത വിധം ഒരു കൃത്യമായ ഒരു രൂപം. ആ വീഡിയോയിൽ കണ്ടത് വെറും കെട്ടുകഥയല്ല എന്ന് എനിക്ക് ആ നിമിഷം തോന്നി. പക്ഷേ എന്താണ് ഇതിൻ്റെ പിന്നിലെ സത്യം? ഇതൊരു സാങ്കേതിക പിഴവാണോ അതോ നമ്മുടെ കണ്ണിന് തോന്നുന്ന വെറും കാഴ്ചഭ്രമമാണോ എന്നൊക്കെ നമുക്ക് തോന്നാം. പല ചോദ്യങ്ങൾക്കും ഇപ്പോഴും ഉത്തരമില്ലല്ലോ. ചില നിഗൂഢതകൾ അങ്ങനെയാണ്. അവയുടെ പിന്നിലെ സത്യങ്ങൾ തേടി പോകാതിരിക്കുന്നതാണോ അതോ അവ ഒരിക്കലും വെളിപ്പെടാതിരിക്കുന്നതാണോ കൂടുതൽ നല്ലതെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ എന്നാലും ഇത് നിങ്ങളിലേക്ക് എത്തിക്കണമെന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഈ വീഡിയോ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഗൂഗിൾ കോർഡിനേറ്റ് ഞാൻ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഫസ്റ്റ് കമൻറ്റിലൊക്കെ പിൻ ചെയ്ത് വെച്ചേക്കാം. അപ്പോൾ നിങ്ങളൊന്ന് നോക്കി ഇത് സത്യമാണോ അതോ ഞാൻ കള്ളം പറയുന്നതാണോ എന്ന് നിങ്ങൾ നോക്കുക കേട്ടോ. നോക്കിയിട്ട് ആ അഭിപ്രായങ്ങൾ നിങ്ങൾ പറയണം. ഓക്കെ, താങ്ക് യു.